Basics of Robotics. Next we can see about the kinematic chain. Sometimes it can be called as kinetic chains also. So kinematics it will analyze the geometry of a motion. ഒരു മോഷൻ്റെ geometry analyze ചെയ്യുന്നതാണ് kinematics എന്ന് പറയുന്നത്. For example, for a robot. So അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ it is done with respect to a fixed reference coordinate system. നേരത്തെ കോർഡിനേറ്റ് സിസ്റ്റംസ് പറഞ്ഞായിരുന്നു, കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ, സ്ഫെറിക്കൽ ഒക്കെ. സോ ആ ഫിക്സഡ് റെഫറൻസ് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിസിലാണ് ഈ ജോമെട്രി ഓഫ് എ മോഷൻ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് നെവർ റിഗാർഡിംഗ് ടു ദ ഫോഴ്സസ് ഓർ ദ മൂവ്മെന്റ്സ് ദാറ്റ് കോസസ് ദ മോഷൻ. ആ മോഷന് കാരണമാകുന്ന ഫോഴ്സോ അല്ലെങ്കിൽ മൂവ്മെന്റ്സോ ഒന്നും ഡിപ്പെൻഡഡ് അല്ല. ഇറ്റ് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഫിക്സഡ് റെഫറൻസ് കോർഡിനേറ്റ് സിസ്റ്റം. സോ ഇതിന്റെ എസെൻഷ്യൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ പൊസിഷനും ഓറിയന്റേഷനും ആയിരിക്കും for doing this kinematics. So ഒരു കൺട്രോൾ ആൻഡ് പ്രോഗ്രാമിംഗ് എല്ലാം റോബോട്ടിൽ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ കൈനമാറ്റിക്സ് അല്ലെങ്കിൽ കൈനമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. By doing this kinematics, it will provide the knowledge of both robot spatial arrangement as well as the means of reference to the environment. നമ്മുടെ നോളേജ് നമുക്ക് കിട്ടും ആ റോബോട്ടിനെ കുറിച്ചുള്ള അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഓരോ മീൻസ് അതിൻ്റെ റെഫറൻസ് ഫ്രെയിമിൽ ഓരോ മീൻസ് അത് എങ്ങനെയാണെന്നെല്ലാം കിട്ടുന്നത് ത്രൂ ദിസ് കൈനമാറ്റിക്സ് ആയിരിക്കും. സോ അങ്ങനെ ദർ ആർ 2 types of kinematics chain. ഓപ്പൺ ചെയിനും ഉണ്ട്, ക്ലോസ്ഡ് ചെയിനും ഉണ്ട്. ഇൻ ഓപ്പൺ ചെയിൻ മാനിപ്പുലേറ്റർ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ആർ റെപ്രസെന്റഡ് ബൈ ആൻ അസൈക്ലിക് ഗ്രാഫ് ആണ്. മീൻസ് കണ്ടിന്യൂസ് ആയി പോകുന്നതിന് നമ്മൾ സൈക്ലിക് എന്ന് പറയും. അതെല്ലാം ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ, അതായത് സ്റ്റോപ്പൻ, അങ്ങനെ ഒരു സിംഗിൾ ഇതിലാണെങ്കിൽ അതിനെ അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ഹാൻഡ് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് എ സൈക്കിൾ, ഇറ്റ് ഇസ് ആൻ അസൈക്ലിക് ഗ്രാഫ് ട്രീ. സോ അതിലെങ്ങനെയായിരിക്കും വെച്ചാൽ വൺ എൻഡ് ഓഫ് ദ ചെയിൻ ഇസ് കൺസ്ട്രെയിൻഡ് ടു എ ബേസ് whereas an end effector is mounted to the other end of the chain. അപ്പോൾ ഇതൊരു ചെയിൻ ആണ്. അതിൽ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ബേസ് ഉണ്ടാകും, ആൻഡ് അറ്റ് ദ അതർ എൻഡ് the end effector will be connected. So അങ്ങനെ വരുന്നതാണ് ഓപ്പൺ ചെയിൻ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്, ഈ ഫിഗറിൽ തന്നിട്ടുള്ളത് പോലെ. നെക്സ്റ്റ് ഇസ് എ ക്ലോസ്ഡ് കൈനമാറ്റിക് ചെയിൻ. സോ ഇത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സൈക്ലിക് ഗ്രാഫ്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സൈക്ലിക് ഗ്രാഫ്. നേരത്തെ ഒരു ബേസും ഒരു എൻഡ് എഫക്ടർ, ഒരു എൻഡിൽ ഒരു ബേസും മറ്റേ എൻഡിൽ ഒരു എൻഡ് എഫക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഹിയർ നിങ്ങൾക്ക് അറിയാം ഡിഫറെന്റ് ബേസസ് ഉണ്ട്, ഇതെല്ലാം മൂന്നും കൂടെ കണക്റ്റഡ് ആണ്. സോ ദിസ് ഇസ് എ സൈക്ലിക് ഗ്രാഫ്. സോ ഇൻ ദിസ് അനാലിസിസ് ഇറ്റ് ഹാസ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സ്റ്റാറ്റിക് കൺസ്ട്രെയിൻസ് എക്സെട്ര ഫ്രം അതർ ലിങ്ക്സ് ഓൾസോ. ഒരു ലിങ്കിന്റെ മാത്രമല്ല, ഓരോ ലിങ്കിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്നെല്ലാം ഇത് ഡിപ്പെൻഡഡ് ആയിരിക്കും. ആൻഡ് സോ ദിസ് ക്ലോസ്ഡ് കൈനമാറ്റിക് മെക്കാനിസം പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് ഇറ്റ്സ് മെയിൻ അഡ്വാൻറ്റേജ് ഇസ് ഹൈ സ്റ്റിഫ്നെസ്. സോ ഇത്രയാണ് കൈനമാറ്റിക്സ് ചെയിനിൽ വരുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റോബോട്ട് കൈനമാറ്റിക്സ് നമ്മൾ 4th മൊഡ്യൂളിൽ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ഇസ് റോബോട്ട് കൺസിഡറേഷൻസ് ഫോർ ആൻ ആപ്ലിക്കേഷൻ. ദാറ്റ് ഇസ് ദർ ഡിസൈൻ കൺസിഡറേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. റോബോട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള കൺസിഡറേഷൻസ് സച്ച് ആസ് സിസ്റ്റം സ്പെസിഫിക്കേഷൻ, സിസ്റ്റം കോൺഫിഗറേഷൻ ആൻഡ് സിസ്റ്റം പെർഫോമൻസ്. അതിൽ സിസ്റ്റം സ്പെസിഫിക്കേഷൻസിൽ വരുന്നതാണ് റീച്ച്, റേഞ്ച്, വർക്ക് എൻവലപ്പ്, ലോഡ് കപ്പാസിറ്റി എല്ലാം. And in system configuration, it comes the number of degree of freedom, joint configurations, joint travel range, drive configurations. And in system performance, it comes with system velocity and acceleration, repeatability, resolution, accuracy, and component life and duty cycle. So ഇത് ഓരോന്നായിട്ട് നോക്കാം. First one, number of axes. There are 3 main axes. Major axis ഉണ്ടാവും, minor axis ഉണ്ടാവും, redundant axis ഉണ്ടാവും. മേജർ ആക്സിസ് എന്തിനാന്ന് വെച്ചാൽ ഇറ്റ് വിൽ പൊസിഷൻ ദ റിസ്റ്റ് ഓഫ് ദ റോബോട്ട്. റോബോട്ടിന്റെ റിസിഷൻ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് ഈ മേജർ ആക്സിസ് ആണ്. മൈനർ ആക്സിസ് എന്ന് വെച്ചാൽ എൻഡ് എഫക്ടേഴ്സിനെ ഓറിയന്റ് ചെയ്യുന്നതാണ് മൈനർ ആക്സിസ്. ആൻഡ് ഇൻ റിഡൻഡന്റ് ആക്സിസ് ദേ ആർ യൂസ്ഡ് ഫോർ റീച്ചിങ് ഡിഫറെന്റ് റീജിയൻസ്. സോ ഇതാണ് 3 ആക്സിസ് വരുന്നത്: മേജർ ആക്സിസ്, മൈനർ ആക്സിസ് ആൻഡ് റിഡൻഡന്റ് ആക്സിസ്. സെക്കൻഡ് വൺ ഇസ് accuracy. That is the robot's ability to reach a reference point within the robot's full work volume. എന്ന് വെച്ചാൽ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടാകും. സോ that should be within its work volume. വർക്ക് വോളിയം ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ
ആ വർക്ക് വോളിയത്തിനകത്ത് തന്നെ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് റീച്ച് ചെയ്യാനുള്ള റോബോട്ട് എബിലിറ്റി ആണ് അതിന്റെ അക്യുറസി ആയിട്ട് കണക്കാക്കുക. Or else the robot's ability to position its wrist end at desired target point within its reach. Reach എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, that is the maximum distance a robot can go അല്ലെങ്കിൽ move. അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് റീച്ച് എന്ന് പറയുന്നത്. സോ അതിനകത്ത് തന്നെ ഒരു ഡിസൈഡ് ടാർഗറ്റ് പോയിന്റ് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ തന്നെ റിസ്റ്റ് എൻഡ് പൊസിഷൻ ചെയ്യാനും അതല്ലെങ്കിൽ റെഫറൻസ് പോയിന്റിലേക്ക് റോബോട്ടിന് എത്താനും ഒക്കെ പറ്റുന്നതിനെയാണ് അക്യുറസിയിൽ പെടുത്തുന്നത്. Next is repeatability. It refers to the robot's ability to return to the program point when it is commanded to do so. So already നമ്മൾ പറഞ്ഞു ഫോർ പ്ലേബാക്ക് റോബോട്ട്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഓരോ മോഷൻസ് എങ്ങനെയായിരിക്കും, മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം പ്രോഗ്രാമിംഗ് കൊടുത്ത് വെച്ചിട്ടുണ്ടാകും. സോ വൺസ് അത് സ്റ്റോർഡ് ആണെങ്കിൽ വീണ്ടും ആ കമാൻഡ് കൊടുക്കുമ്പോൾ ദ റോബോട്ട് ഷുഡ് ഹാവ് ദാറ്റ് എബിലിറ്റി ടു മൂവ് അക്കോർഡിംഗ് ടു ദാറ്റ് പ്രോഗ്രാം. എന്താണോ കമാൻഡ് വരുന്നത് അതിനനുസരിച്ച് അതിന് തിരിച്ച് അതിന്റെ പ്രോഗ്രാം പോയിന്റിലേക്ക് ഏത് പ്രോഗ്രാം പോയിന്റ് ആണോ പറയുന്നത് അങ്ങോട്ട് എത്താൻ പറ്റുന്നതാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി, it refers to the percentage of time that a robot is expected to operate without being taken out of service for maintenance or repair. So അതിന്റെ മാക്സിമം ടൈം, ഒരു കംപ്ലൈന്റും വരാതെ മാക്സിമം ടൈം അതിന് എത്ര വർക്ക് ചെയ്യാൻ പറ്റുമോ ദാറ്റ് പെർസെൻറ്റേജ് ഓഫ് ടൈം വിൽ ഗിവ്സ് എ റിലയബിലിറ്റി. ദാറ്റ് ഈസ് എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈം വരെ അത് ഫുൾ ഫങ്ഷനിങ് ആയിരിക്കും വിത്തൗട്ട് റിക്വയറിങ് എനി സർവീസ് ഓർ മെയിൻ്റനൻസ് എക്സെട്ര. അതൊന്നും ഇല്ലാതെ തന്നെ എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈം അത് ഫുള്ളി ഓപ്പറേറ്റഡ് കണ്ടീഷനിൽ ഉണ്ടാവാമോ അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഓൾവേസ് മാനുഫാക്ചേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 96% to 98%. Resolution or precision, that is the smallest increment of motion or distance that can be controlled by a robotic control system. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസോ മോഷനോ ഇൻക്രിമെന്റ്, ചെറിയൊരു ഇൻക്രിമെന്റ് വന്നു കഴിഞ്ഞാൽ that can be controlled by a robotic control system. അതിനെയാണ് റെസൊല്യൂഷൻ ഓർ എ പ്രിസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്തെങ്കിലും ഒരു ചെറിയ ഇൻക്രിമെന്റൽ ഇൻ ദിസ് മോഷൻ ഓർ ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാലും that can be controlled by the robotic control system. Robotic control system control ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ തന്നെ ആയിരിക്കും. That gives the resolution or precision. Next one is spatial resolution. The small increments in the motion or distance എന്നാണ് resolution പറഞ്ഞത്. സോ ആ ഓരോ increments in the movements-നെയും break down ചെയ്യാനുള്ള ability. The ability of the robot to break down its movement into increments. ഓരോ മൂവ്മെന്റിനെയും ഓരോ ഇൻക്രിമെന്റ് ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ എബിലിറ്റിയാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഇസ് ഈക്വൽ ടു റേഞ്ച് ഡിവൈഡഡ് ബൈ 2n. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 12 ബിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. ഇപ്പോൾ n എന്ന് പറയുന്നത് ബിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. സോ 12 ബിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണെങ്കിൽ ദെൻ അതിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എങ്ങനെയായിരിക്കും? അതിന്റെ റേഞ്ച് 1 മീറ്റർ തന്നിട്ടുണ്ട് ഫോർ 1 ജോയിന്റ്. ദ റേഞ്ച് ഓഫ് 1 മീറ്റർ ഫോർ 1 ജോയിന്റ്. സോ റേഞ്ച് വാല്യൂ 1 ആണ്. So 1 divided by 2 power n. n in the value 12. So 1 divided by 4096. You will get it as 0.244 meter. So this is ഇതാണ് ഒരു small increment in its distance അല്ലെങ്കിൽ motion എന്ന് പറയുന്നത്. So spatial resolution ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഓരോ മൂവ്മെന്റിനെയും ചെറിയ increments ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് spatial resolution. And its equation is it is equal to range divided by 2n. Then the quality of robot. High quality of the robot എന്ന് പറയുന്നത് എപ്പോഴാണ്? When its precision and accuracy is more. Precision and accuracy more ആണെങ്കിൽ then the quality of the robot will be high. The next one is reach. നമ്മൾ പറഞ്ഞു the maximum horizontal distance ആണ് that the robot can move. That is the maximum horizontal distance from the center of the robot base to the end of its wrist. റോബോട്ട് ബേസിന്റെ സെന്ററിന്ന് അതിന്റെ റിസ്റ്റിന്റെ എൻഡ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റീച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മാക്സിമം സ്പീഡ്. എ റോബോട്ട് മൂവിംഗ് അറ്റ് ഫുൾ എക്സ്റ്റൻഷൻ വിത്ത് ഓൾ ജോയിന്റ്സ് മൂവിംഗ് സൈമൾട്ടേനിയസ്ലി ഇൻ കോംപ്ലിമെന്ററി ഡയറക്ഷൻസ് അറ്റ് ഫുൾ സ്പീഡ്. എന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് റോബോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ ജോയിന്റ്സും സൈമൾട്ടേനിയസ്ലി മൂവിംഗ് ആയിരിക്കും ഇൻ ഇറ്റ്സ് കോംപ്ലിമെന്ററി ഡയറക്ഷൻ അറ്റ് ഫുൾ സ്പീഡ്. അങ്ങനെ കിട്ടുന്ന സ്പീഡാണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ അണ്ടർ ദ ലോഡിംഗ് കണ്ടീഷൻ. ലോഡിംഗ് കണ്ടീഷനിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് പേലോഡ്.
Payload എന്ന് വെച്ചാൽ the maximum load a manipulator can carry. ഒരു മാനിപ്പുലേറ്ററിന് മാക്സിമം എത്ര ലോഡ് എടുക്കാൻ പറ്റുമോ ഈവൺ അറ്റ് ഇറ്റ്സ് ലോ ഓർ നോർമൽ സ്പീഡ്, അതാണ് പേലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് മോഷൻസ്. ഒരേപോലത്തെ ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോഷൻസ് ആകാം. ദാറ്റ് നമ്പർ ഓഫ് മോഷൻസ് ദാറ്റ് റിക്വയർഡ് ബൈ എ റോബോട്ട് ടു പ്ലേസ് ഇറ്റ്സ് എൻഡ് എഫക്ടർ അറ്റ് എ പോയിന്റ് ദാറ്റ് ഈസ് വിത്തിൻ ഇറ്റ്സ് their വർക്ക് സ്പേസ്. സോ എത്ര നമ്പർ ഓഫ് മോഷൻസ് ഈ റോബോട്ട് എടുക്കുന്നു ഫോർ ഡൂയിങ് ദാറ്റ് പ്ലേസിങ്, അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു ഈച്ച് ജോയിന്റും gives 1 degree of freedom. Workspace, the space in which the end point of the robot arm is capable of operating is called as a workspace. The robot arm the end point എത്ര സ്പേസ് വരെ പോകാം അത്രയും സ്പേസ് ആണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. സോ ഒരു വേർഡിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് റീച്ചബിലിറ്റി എന്നും പറയാം. റോബോട്ട് ആമിന്റെ റീച്ചബിലിറ്റി ആണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. സോ എത്ര സ്പേസ് വരെ it is capable of operating, then that is called as a workspace. Next one is work volume. That is the volume of the space swept by the robot arm is called the work volume. നേരത്തെ സ്പേസ് പറഞ്ഞു. സോ ആ സ്പേസിന്റെ വോളിയം അതാണ് വർക്ക് വോളിയം എന്ന് പറയുന്നത്. Then third one, work envelope. This work envelope എന്ന് പറയുന്നത് 3-dimensional shape ആണ്. We have already discussed about that in 3 coordinate systems. So that will define the boundaries where the robot manipulator can reach. ആ ഓരോ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ദാറ്റ് 3-dimensional ഷേപ്പ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് റോബോട്ട് മാനിപ്പുലേറ്ററിന്റെ ബൗണ്ടറീസ്, എത്രത്തോളം അതിന് റീച്ച് ആകാം എന്നുള്ളതെല്ലാം. സോ ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ് ബൈ ദ സർഫസ് ഓഫ് ദ വർക്ക് സ്പേസ്. നമ്മൾ കൊടുക്കുന്ന വർക്ക് സ്പേസിന്റെ സർഫസ് അനുസരിച്ചായിരിക്കും നമ്മൾ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ദ ഡിസൈൻ കൺസിഡറേഷൻസ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് while designing the robot. So these are the mechanical considerations, and this has to be taken into be considerations while designing the robot as well as in the major applications. Next is robot applications. So there are 2 types of robots. Main ആയിട്ട് പറയുമ്പോൾ categorize ചെയ്യുമ്പോൾ industrial robots ഉണ്ട്, non-industrial robots ഉണ്ട്. In industrial robots, they are designed to be a perfect and tireless worker in order to help human workers but not to replace them. ശരിക്കും പെർഫെക്റ്റ് ആൻഡ് ടയർലെസ് വർക്കേഴ്സ് ആയിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് മെയിൻലി ടു ഹെൽപ്പ് ദ ഹ്യൂമൻ വർക്കർ, ഒരിക്കലും അവരെ റീപ്ലേസ് ചെയ്യാനായിട്ടല്ല. സോ ഇൻ ദാറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് ദേ ആർ റിമോട്ട് കൺട്രോൾ, ദേ റിക്വയർസ് ഓട്ടോമേഷൻ ആൻഡ് ന്യൂമറിക്കൽ കൺട്രോൾ ആൻഡ് ഓൾ. സോ അങ്ങനെയുള്ള റോബോട്ടിനെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ദേ ആർ റീപ്രോഗ്രാമബിൾ ആയിരിക്കും, മൾട്ടി ഫങ്ഷണൽ മാനിപ്പുലേറ്റേഴ്സ് ആയിരിക്കും. സോ ദീസ് സ്പെഷ്യലൈസ്ഡ് ഡിവൈസസ് അല്ലെങ്കിൽ വേരിയബിൾ പ്രോഗ്രാംഡ് മോഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഫോർ ദ പെർഫോമൻസ് ഓഫ് വെറൈറ്റി ഓഫ് ടാസ്ക്. ഇതാണ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സിൽ വരുന്നത്. സോ ദേ ഹാവ് ആംസ് വിത്ത് ഗ്രിപ്പർ അറ്റാച്ച്ഡ് ലൈക്ക് ഫിംഗേഴ്സ്. അപ്പോൾ പിക്ക് ആൻഡ് പ്ലേസ് ഓപ്പറേഷൻസിനെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയൽ റോബോട്ട്സിൽ തന്നെ വേരിയസ് ടൈപ്സ് ആണ്: സീക്വൻസ് റോബോട്ട്, പ്ലേബാക്ക് റോബോട്ട്, ഇന്റലിജന്റ് റോബോട്ട് ആൻഡ് റിപ്പീറ്റിംഗ് റോബോട്ട്. So sequence robots എല്ലാം നേരത്തെ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഇസ് ഇൻ സീക്വൻഷ്യൽ കൺട്രോൾ പാത്ത്. ദാറ്റ് ഇസ് അതിന്റെ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ പ്രീ ഡിറ്റർമൈൻഡ് സീക്വൻസ് ആയിരിക്കും. എന്ത് സീക്വൻസ് ആണ് അവിടെ കൊടുത്തത്, സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് ഉണ്ടാകും. അക്കോർഡിംഗ് ടു ദാറ്റ് സീക്വൻസ് ആയിരിക്കും ദിസ് ടൈപ്സ് ഓഫ് റോബോട്ട്സിന്റെ സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇൻ പ്ലേബാക്ക് റോബോട്ട്സ് ഓൾറെഡി അവരുടെ മൂവ്മെന്റ്സ് എല്ലാം സ്റ്റോർഡ് ആയിരിക്കും ഇൻ ദ മെമ്മറി. സോ അതിന്റെ ഓരോ പൊസിഷൻസും അത് സ്റ്റോർഡ് ആയിരിക്കും. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ദേ വിൽ പെർഫോം ദ ടാസ്ക്. സോ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള രണ്ടെണ്ണമാണ് പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ റോബോട്ട്സും കണ്ടിന്യൂസ് പാത്ത് കൺട്രോൾ റോബോട്ട്സും. ദാറ്റ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇന്റലിജന്റ് റോബോട്ട് എന്ന് വെച്ചാൽ ദേ ക്യാൻ ഡിറ്റർമൈൻ ഇറ്റ്സ് ഓൺ ബിഹേവിയർ ഓർ കണ്ടക്ട്സ് ത്രൂ ഇറ്റ്സ് ഫങ്ഷൻസ് ഓഫ് സെൻസ് ആൻഡ് റെക്കഗ്നീഷൻ. അതിന്റെ തന്നെ സെൻസ് ആൻഡ് റെക്കഗ്നീഷൻ ഫങ്ഷൻസ് എന്ന് അത് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് ബിഹേവിയർ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഇന്റലിജന്റ് റോബോട്ട്സ് എന്ന് പറയുന്നത്. That is not only to the programmed instruction, they have a capability to communicate with the external environment also. Adana intelligent robots. Then in repeating robot, the manipulator performs according to a rememorized work program. Already അത് വർക്ക് ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു പ്രോസസ് നമ്മൾ റിപ്പീറ്റബിലിറ്റിയിൽ പറഞ്ഞു. ഓൾറെഡി വർക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ട് they have the remembering capability. സോ ഓൾറെഡി അവർ മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്ന വർക്ക്, സോ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് തന്നെ ഓർത്ത് റിട്ടേൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതാണ് അതിന്റെ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് ആർ കോൾഡ് ആസ് റിപ്പീറ്റിംഗ് റോബോട്ട്.
They operate repeatedly according to the rememorized work. The non-industrial robot types ആണ് ഇതിൽ പറയുന്നത്. That is military robots, medical robots, domestic robots, educational robots, hobbyist robots, space, explorer, laboratory. ഇതെല്ലാം വരുന്ന types of robots ആണ് non-industrial type robots. Military robots എന്ന് വെച്ചാൽ sensor guided missiles ഉണ്ടാകും, remote control tanks, radio controlled airplanes ഒക്കെ, spy satellites ഒക്കെ വരുന്നത് military robotsലാണ്. These are the machines that can be operated without a person. Next is medical robots. That is in medical field il varuna ella developments based on medical robots aanu. That is either they give medical aid or substitute or restore the functions that a disabled person lacks. So namukku parayam bionic arms, hands, legs okke varunnu. That is for useful stage for disabled persons. Tele robots for surgical tasks are now beginning to be used in joint replacement. So idellam varunathu medical robots ilana. The next is domestic or personal robot. Ennuchal these applications will enable people to make themselves more productive at home or at work. So personally, so these domestic robots are available in markets and they are mostly focusing in the task of household chores. Such as robot vacuums and the vacuum cleaners, floor cleaners, window cleaners, അതുപോലെ pet care എന്നൊക്കെ വരുന്ന type of robots ആണ് domestic robots or personal robots ൽ വരുന്നത്. The next one is educational robots that has to be implemented in the educational field. So they have the ability to simulate the learned behavior. It will teach the principles of robotics. These are the in future robots that can be played in pre-college and college classrooms. So it will give the robotics educations. So for one example scoreboard generation that comes with manipulator, controller and power supply. Show or promotion type robots these are the tasks as companies ambassadors. Companies ambassadors ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. So they can mingle with many visitors and even appear to converse with them. അവരുമായിട്ട് സംസാരിക്കാൻ എല്ലാം പറ്റുന്ന റോബോട്ട്സ് ആണ് ഷോ പ്രൊമോഷൻ റോബോട്ട്സിൽ വരുന്നത്. So once ഒരു ഷോ ചെയ്യുകയാണെങ്കിൽ the performer can move this robot around an audience to interact with everyone on a personal basis. So that will give that clear picture or communication regarding that product to the audience. Space robots, that are the robots that mainly used in the space stations and all, as well as used in the shuttles, as well as in the Mars rovers. Adellam the type of robots are space robots. Next type is explorer robot type. Majority of the robots they are self-reliant because our sensory systems on the movements possible. അതല്ല ഇനി വല്ല പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഓർഡേഴ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ കമാൻഡ്സിനനുസരിച്ചിട്ട് ഈ റോബോട്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദീസ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് ആണ് അണ്ടർഗ്രൗണ്ട് മൈൻ എക്സ്പ്ലോറിംഗ് റോബോട്ട്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അണ്ടർ സീ റോബോട്ട്സ് അങ്ങനെയെല്ലാം വരുന്നതാണ് എക്സ്പ്ലോറർ റോബോട്ട്സ് എന്ന് പറയുന്നത്. ലബോറട്ടറി റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ട് ഓഫ് യൂസിങ് റോബോട്ട്സ് ഇൻ ബയോളജി ഓർ കെമിസ്ട്രി ലാബ്സിൽ യൂസ് ചെയ്യുന്നതാണ് ലബോറട്ടറി റോബോട്ട്സ് എന്ന് പറയുന്നത്. And that are mostly implemented by the pharmaceutical companies. ഇത്രയാണ് മെയിൻ അപ്ലിക്കേഷൻസ് വരുന്നത് in the robots, that is industrial as well as non-industrial robots എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇതെല്ലാം. Let's see some more applications. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. ശരിക്കും റോബോട്ട്സ് പറഞ്ഞാൽ മെയിൻലി യൂസ് ഇൻ 3 types of application. That is material handling, processing operations and assembly and inspection ഒക്കെയാണ് ഇൻഡസ്ട്രിയൽ ലെവൽസിൽ പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയേണ്ട ആപ്ലിക്കേഷൻസ്. സോ അതിൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വൺ പ്ലേസ് ടു അനദർ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അറിയാം പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. So main purpose എന്താ to pick up the parts at one location and place them at a new location. So this will give that pick and place application and it can be achieved by using a low technology robot. നമ്മൾ പഠിച്ചു even the pneumatic ഒക്കെയാണ് low type of robots യൂസ് ചെയ്യുന്നത്. So that അതെല്ലാം യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ pick and place എന്ന് പറയുന്നത്. So one of the example എന്ന് പറഞ്ഞാൽ palletizing. That is, the robot can retrieve the object from one pallet and it can be deposited to the other pallet. So ആ ഒരു ട്രാൻസ്ഫർ അവിടെ ചെയ്തു, ഓരോ ഒബ്ജക്ട്സും ഫ്രം വൺ പാലറ്റ് ടു അതർ പാലറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. സോ ദാറ്റ് വിൽ ഗിവ് എ
transfer, that is material transfer function. So this robot it must be able to compute the correct deposit location. So these types of applications of material transfers include depalletizing, stacking and insertion operations. That's material transfer. Next is machining. There are two types of machine loading and machine unloading. So the primary aim is to transfer the parts into or out of a production machine. ഒന്നിലെ production machine അകത്തോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് transfer ചെയ്യുന്നതാണ് ഇതിന്റെ primary aim എന്ന് പറയുന്നത്. So we have to consider three classes, that is machine loading, machine unloading, പിന്നെ machine loading and unloading. ഇങ്ങനെ മൂന്ന് classes ആയിട്ടാണ് അത് consider ചെയ്യേണ്ടത്. Machine loading എന്ന് പറഞ്ഞാൽ where the robot loads the machine. Machine unloading where the robots unload the machine. ഇനി രണ്ടും എന്ന് വെച്ചാൽ robot will perform both the action, that is machine loading as well as unloading. അങ്ങനെ വരുന്നതാണ് three classes in this machine loading and unloading. So these are mainly used in die casting, plastic molding, metal machining operations, heat treating operations. ഇതിലെല്ലാം വരുന്നത് ഈ machine loading and unloading ആണ്. Next is the processing operations. Processing operations il robot പോലും perform ചെയ്യുന്ന activities such as grinding, milling, etc. അങ്ങനെയുള്ളതാണ്. വരുന്നതാണ് spot welding, arc welding, spray coating ഒക്കെ. So first spot welding എന്ന് വെച്ച് കഴിഞ്ഞാൽ two sheet metal parts ഉണ്ടാകും. So ഇതിന് രണ്ട് electrodes ഉണ്ടാകും. And that electrodes are spot welding gun എന്ന് പറയുന്നത്. So the spot welding gun will act as the electrodes. And ഇതിന്റെ middle ആയിട്ടാണ് metal parts place ചെയ്യുക. So while applying a current, this metal will get squeezed. So robot in the terms പറയാണെങ്കിൽ this two electrodes അല്ലെങ്കിൽ the spot welding gun is acting as an end effector tool. So നമുക്ക് ഏത് പൊസിഷനിലാണോ വെൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പോയിന്റിലാണോ വെൽഡ് ചെയ്യേണ്ടത് സോ അങ്ങോട്ട് ഈ end effector tool നമ്മൾ പ്ലേസ് ചെയ്യും. That is this two electrodes പ്ലേസ് ചെയ്യും. ഇതിന്റെ between metal parts ഉണ്ടാകും. So while applying an electric current, this will squeeze that metal and provide the welding to that point. So ഇവിടെ apply ചെയ്യുന്നത് ഒരു point to point control ആയിരിക്കും. Whereas in arc welding, നമുക്ക് കിട്ടേണ്ടത് ഒരു arc ആണ്. Arc welding ആണ് വരുന്നത്. So same process തന്നെ but in a continuous manner ആയിരിക്കും provide ചെയ്യുക. That is two electrodes ഉണ്ടാകും that are our welding gun, arc welding gun തന്നെയാണ്. So ഇതിൽ between തന്നെയാണ് metal place ചെയ്യുന്നത് but continuous path control ആണ് ഇവിടെ provide ചെയ്യുന്നത്. Whereas in spot welding നമ്മൾ പറഞ്ഞു point to point control ആയിരുന്നു. So that particular spot welding ആയിരുന്നു ചെയ്തിരുന്നത്. Arc welding എന്ന് വെച്ചാൽ we are providing a continuous path control. So a jointed arm robot consists of 6 joints that are frequently used. Almost 6 joints frequently use ചെയ്ത് അങ്ങനെ ഒരു continuous path control provide ചെയ്തിട്ടാണ് we can achieve this welding arc. So again ഇവിടെയും end effector ആയിട്ട് act ചെയ്യുന്ന പാര തന്നെയാണ് electrodes തന്നെയാണ്. So രണ്ടിലും വരുന്ന control pathലാണ് difference. Spot welding ആകുമ്പോൾ point to point control path ആണ്. Whereas in arc welding it is a continuous path control. Next one is spray coating. Spray coating ilum continuous path control ennaanu provide cheyyunnathu. But instead of that electrodes, ivide act cheyyunnathu spray gun aanu. End effector aayittu nikkunnathu spray gun aanu. So the spray gun in between ulla area il aayirikkum the paint or the fluid should have to flow. So a paint or fluid will flow through the nozzle of the spray gun. And that spray gun is acting as the end effector. So അങ്ങനെ flow ചെയ്യുമ്പോൾ it can be applied over the surface of the object. എവിടെയാണോ നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത് ആ surface of the objectൽ തന്നെ അത് സ്പ്രേ ചെയ്ത് വരണമെങ്കിൽ the spray gun will act as the end effector and through the nozzle of the spray gun the fluid or the paint will flow and it get applied over the surface of the object. So അതിനും ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നത് എന്ത് ബേസിലാണ്? Continuous path control ബേസിലായിരിക്കും programming ചെയ്തിട്ടുണ്ടാവുക. അതാണ് സ്പ്രേ കോട്ടിങ്ങിൽ വരുന്നത്. And there are also many other applications that include drilling, routing, grinding, etc. Such as laser cutting ഒക്കെ വരുന്നത് based on this robotic applications ആണ്. So ഇത്രയാണ് main applications that has to be covered in this module.